മണിപ്പൂർ കലാപത്തെ ഗോത്രവർഗ കലാപമെന്ന് ലഘൂകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ലോകത്ത് പലയിടത്തും ഗോത്രവർഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടിതാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മണിപ്പൂർ സംഘർഷം പരിഹരിക്കണമെന്ന RSS മേധാവിയുടെ പ്രസ്താവനയ്ക്കിടെയാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ മറുപടി. ലോകത്ത് എല്ലാ ഭാഗത്തും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ വിഷയമെന്ന് പറയുന്ന ഗോത്രത്തിന്റെ അഭിമാനമാണ് അവർ കരുതുന്ന രീതിയിലുള്ളത്. അതിനുവേണ്ടി അവർ പടപൊരുതും. അത് പലപ്പോഴും ഒരേ മതത്തിൽപ്പെട്ടവരായിരിക്കും. കാരണം നമ്മുടെ നാഗാലാൻഡിൽ ഒരേ മതത്തിൽപ്പെട്ടവരാണ്. അത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിരുന്നു. അതിവിടെയൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഈ മണിപ്പൂർ കലാപത്തിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന് RSS മേധാവി തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യം, ഒപ്പം തൃശ്ശൂരിലടക്കം ഇത്തവണ കത്തോലിക്ക സഭ BJPക്ക് അനുകൂലമായി, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗമെങ്കിലും BJP പിന്തുണച്ചു എന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് സഭ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വാദം, അല്ലെങ്കിൽ ഇത്ര ലഘൂകരിച്ചൊരു വാദം ന്യൂനപക്ഷ സഹമന്ത്രി പറയുന്നത്, അല്ലേ? ഗോകുൽ, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ RSS മേധാവി തന്നെ പറഞ്ഞതാണ് ഈ മണിപ്പൂരിൽ നടക്കുന്ന കലാപം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുള്ളത്. മാത്രമല്ല, ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. അത് മണിപ്പൂർ സംബന്ധമായ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുമാണ് യോഗം. ഇതിനിടയിലാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ ഈ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മണിപ്പൂരിലേത് വെറും ഗോത്രവർഗ കലാപം എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. ലോകത്ത് പല സ്ഥലത്തും ഗോത്രവർഗ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് അവരുടെ അഭിമാനം സംരക്ഷിക്കാനാണ്. മണിപ്പൂരിലേത് ഗോത്രവർഗ പ്രശ്നമെന്ന് കത്തോലിക്ക സഭ പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്നൊരു അവകാശവാദം അദ്ദേഹം നടത്തുന്നു. കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസിനെയാണ് അദ്ദേഹം ഇതിനായി കൂട്ടുപിടിക്കുന്നതും. കത്തോലിക്ക സഭ ഇത് അംഗീകരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതായത് മണിപ്പൂരിൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. ഏതായാലും ഇത്തവണ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കേരളത്തിൽ നിന്നൊരു മന്ത്രി വന്നപ്പോൾ അതിലോട് സഭാ നേതൃത്വം അടക്കം പോസിറ്റീവായി പ്രതികരിച്ചതാണ്. പക്ഷേ മണിപ്പൂർ കലാപത്തിലെ ഇപ്പോൾ അതൊരു ഗോത്രവർഗ കലാപമെന്ന ജോർജ് കുര്യന്റെ പ്രതികരണം വരുമ്പോൾ അതിനോട് ഇനി സഭയുടെ പ്രതികരണം എന്താവും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.